ജെയ്ഫീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഹൽവയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാളയംതോടൻ പഴം ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് അത് മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ നമുക്ക് റെഡിയാക്കി എടുക്കാം. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പാളയംതോടൻ പഴം എന്ന് പറയുമ്പോൾ കുറച്ച് ചീപ്പായിട്ടുള്ള പഴമാണ് മാത്രമല്ല അത് പെട്ടെന്ന് തന്നെ പഴുത്ത് വേസ്റ്റായി പോകും. അപ്പോൾ അത് ഇനി വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല അടിപൊളി ഹൽവ ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് ഉടനെ പോകാം. അപ്പോൾ നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ പാളയംതോടൻ പഴമാണ് എടുത്തിരിക്കുന്നത്. 2.25 കിലോ ഉണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ വെള്ളം ചേർക്കാതെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. അപ്പം അടിക്കുമ്പോഴത്തേനും ആ മൈദയും കൂടി ചേർത്തിട്ട് വേണം ഒന്ന് അടിച്ചെടുക്കാനായിട്ട്. ഓക്കെ, അപ്പം നന്നായിട്ട് എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വെള്ളം ചേർക്കാതെ വേണം മിക്സിയിൽ അരച്ചെടുക്കാനായിട്ട്. ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കുകയാണ്. ഇതിലേക്ക് പൾപ്പാക്കി വെച്ചിരിക്കുന്ന പഴമിട്ട് നന്നായി ഒന്ന് ഇളക്കുക. ഇതൊന്ന് തിളച്ചു വരണം. തിളച്ച ശേഷം ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കുക. 1 കിലോ ശർക്കര ഉരുക്കി അരിച്ചെടുത്ത പാനിയാണിത്. നന്നായി അടുക്കി പിടിക്കാതെ തന്നെ ഇളക്കുക. ഇടയ്ക്കിടയ്ക്കായിട്ട് ഗീ ഇട്ട് കൊടുത്ത് ഇളക്കാം. 150 ഗ്രാം ഗീ ആണ് നമുക്ക് ആകെ ആവശ്യമുള്ളത്. അത് ഒറ്റ പ്രാവശ്യമായി ഇടാതെ അല്പം ഇട്ടാണ് ഇളക്കി കൊടുക്കേണ്ടത്. ഇവിടെ ഗീ ഇട്ട് കൊടുക്കുന്ന വീഡിയോ മിസ്സായതാണ്, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴത്തേനും ഒറ്റ പ്രാവശ്യം ഇടാതെ അല്പമായി ഇട്ടിട്ടാണ് ഇളക്കി കൊടുക്കേണ്ടത്. ഇതിനിടയിൽ ഹൽവ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കണം. ഒപ്പം വാഴയിലയും റെഡിയാക്കി വയ്ക്കണം. വാഴയില ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ബട്ടർ പേപ്പറോ ഫോയിൽ പേപ്പറോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 8 ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കാം. ഏലക്ക ഇല്ല എന്നുണ്ടെങ്കിൽ പൗഡർ ആയാലും മതി. ഹൽവ പാകമായി തുടങ്ങി ഉരുളിയിൽ നിന്നും വിട്ടുവന്ന് സെറ്റാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പാകമറിയാൻ അല്പം ഹൽവ എടുത്ത് കയ്യിൽ വെച്ച് ഉരുട്ടി നോക്കുക. ഒട്ടിപ്പിടിക്കാതെ അത് ഉരുണ്ടു വരുന്നു എങ്കിൽ നമ്മുടെ ഹൽവ സെറ്റ് ചെയ്യാനുള്ള പാകമായി കഴിഞ്ഞു. ഫ്ലെയിം ഓഫ് ചെയ്ത് അപ്പോൾ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് വാഴയിലയോ ഫോയിൽ പേപ്പറോ ബട്ടർ പേപ്പറോ ഉപയോഗിച്ച് വീഡിയോയിൽ കാണുന്ന പോലെ ലെവലാക്കുക. ഹൽവയുടെ പാകം കറക്റ്റ് ആയിരിക്കണം. ഞാനിവിടെ ഹൽവ ഡെക്കറേറ്റ് ചെയ്യാൻ അല്പം കാഷ്യൂനട്ട് മുകളിൽ വിതറിയിട്ടുണ്ട്. ഇത് നമുക്കിനി ചൂടാറാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രമേ നമുക്കിത് കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നന്നായി ചൂടാറിയ ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മുറിച്ച് ഉപയോഗിക്കാവുന്നതാണ്.
നമ്മുടെ വളരെ സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുമുള്ള ഹൽവ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇവിടെ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് മാറ്റാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.